ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർ പണത്തിലാറാടും. അതായത് ഒക്ടോബർ 18-നാണ് തുലാം മാസത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ സമയം നിരവധി ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നു. അതിൽ തുലാം മാസരാശിയിലാണ് ആദിത്യൻ ഈ മാസത്തിൽ സഞ്ചരിക്കുന്നത്. വ്യാഴം തുലാം രാശിയിൽ സഞ്ചരിക്കുന്ന തുലാം 1 മുതൽ കൂടാതെ കർക്കിടകത്തിലേക്ക് മാറുന്നു. ശനി മീനം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. തുലാം മാസത്തിൽ വക്രഗതി സഞ്ചാരം തുടങ്ങുന്നതാണ്. കൂടാതെ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലുമായി സഞ്ചരിക്കുന്നു. തുലാം മാസത്തിൽ ശുക്രൻ കന്നി രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുകൂടാതെ ശുക്രൻ തുലാം രാശിയിൽ പ്രവേശിക്കുന്നു. തുലാം 7-ന് ബുധൻ വൃശ്ചികം രാശിയിലേക്ക് മാറുന്നതാണ്. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്ര ജാതകരിലും ഈ തുലാം മാസത്തിൽ ഗുണവർദ്ധനവിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് എന്നും നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. നിങ്ങൾക്ക് സന്താന ഭാഗ്യം, സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ എന്നിവയുണ്ടാകും. കൃഷി സംബന്ധമായ ബിസിനസ് നടത്തുന്നവർക്ക് വൻ രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കാം. കലാകാരന്മാരുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന കാലമാണ്. മേടക്കൂറിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്കും നിങ്ങളുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ഐശ്വര്യവും വന്നു നിറയുന്നതാണ്. കൂടാതെ എല്ലാ ദിവസവും വിളക്ക് കൊളുത്തിയതിനു ശേഷം വീട്ടിൽ ശിവോഷ്ടോത്തര ജപിക്കുകയും ചെയ്യുക. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. നിങ്ങൾക്ക് വിശേഷപ്പെട്ട വ്യക്തികളുമായി പരിചയപ്പെടുവാനും അവരുടെ ആദരവ് നേടുവാനുമുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അധികാരപ്രാപ്തിയുള്ള ജോലി ലഭിക്കും. അപ്രതീക്ഷിതമായ ധനലാഭമുണ്ടാകും. ഇടവരാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഗുണവർദ്ധനവിനും ദോഷഫലങ്ങളെ കുറയ്ക്കുന്നതിനും വേണ്ടി ഹനുമാൻ സ്വാമിയെ ജന്മനക്ഷത്ര ദിനത്തിൽ പ്രാർത്ഥിക്കുന്നത് ഗുണകരമാകും. ഇതുകൂടാതെ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. കൂടാതെ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വളരെയധികം ധനലാഭമുണ്ടാകുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. പല പ്രകാരത്തിലുള്ള ചതി, വഞ്ചന എന്നിവ അനുഭവത്തിൽ വരും. കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. മിഥുന രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്കും നിങ്ങളുടെ ജന്മദോഷ പരിഹാരത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നതിന് വേണ്ടി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദോഷഫലങ്ങളെയെല്ലാം ഇല്ലാതാക്കി ഗുണവർദ്ധനവിന് സഹായിക്കുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് നിങ്ങൾക്ക് അർഹമായ ശമ്പളവും ആനുകൂല്യത്തോടു കൂടിയ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കുന്നതാണ്. പിണങ്ങിയിരുന്ന ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം മാറി രമ്യതയിൽ എത്തുന്നതാണ്. ശരീരസുഖം, വിവാഹഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. കർക്കിടക രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകരും ദോഷപരിഹാരത്തിനും ഗുണവർദ്ധനവിനുമായി സ്ഥിരമായി ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാകും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ സമ്മാനിക്കുന്നതാണ്. ദിവസവും വിളക്ക് കൊളുത്തി ശിവോഷ്ടോത്രം ജപിക്കാവുന്നതാണ്. ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും നേട്ടവും വന്നു ചേരുവാൻ ഈശ്വര അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്.
മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സർക്കാരോ അർദ്ധ സർക്കാരോ ആയ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ശമ്പള വർധനവ്, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതാണ്. ശരീരസുഖം, മനസ്സുഖം എന്നിവ പ്രതീക്ഷിക്കാം. ചിങ്ങരാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകരും നിങ്ങളുടെ ജന്മദോഷ പരിഹാരത്തിനും ഗുണവർദ്ധനവിനും വേണ്ടി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത് കൂടാതെ ഈ ദിനത്തിൽ വ്രതമെടുക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വേണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച കൊണ്ടുവരുവാൻ ഈശ്വര അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. തൊഴിലിൽ വിജയമുണ്ടാകും, എന്നാൽ വരവിൽ കവിഞ്ഞ ചെലവ് അനുഭവത്തിൽ വരുന്നതാണ്. അമിതമായ ആഡംബര പ്രിയത്വം ചിലർക്ക് ധനനാശം സമ്മാനിക്കുന്നതാണ്. കന്നി രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മനാളിൻ്റെ ദോഷത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ഗുണകരമാകും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണവർദ്ധനവിനും ദോഷപരിഹാരത്തിനും വേണ്ടി സഹായിക്കുന്നതാണ്. കൂടാതെ ലളിത സഹസ്രനാമം ജപിക്കുന്നതും അതുവഴി നിങ്ങളുടെ ജീവിതം വളരെ വലിയ ഉയർച്ചയിലേക്ക് കുതിക്കുവാനും സഹായിക്കുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സമയത്തിന് നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അനാവശ്യമായ ചെലവുകൾ, ദ്രവ്യനാശം എന്നിവ സംഭവിക്കുവാൻ സാധ്യതയുള്ള മാസമാണ്. തുലാം രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ദോഷപരിഹാരത്തിനു വേണ്ടി ദിവസവും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരുവാൻ സഹായിക്കും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങുവാനുള്ള സാഹചര്യമുണ്ടാകും. വൈദ്യശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്കും ദോഷപരിഹാരത്തിനായി സ്ഥിരമായി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, ജന്മനക്ഷത്ര ദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ശ്രദ്ധിക്കണം. ലളിത സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഗുണകരമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നതിന് സഹായിക്കുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കും. വിദേശവാസം, ജോലി എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. ശത്രുജയം, ധനലാഭം, കീർത്തി എന്നിവ പ്രതീക്ഷിക്കാം. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം അനുഭവങ്ങൾ വന്നുചേരും. ധനുരാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്കും തുലാമാസത്തിലെ ദോഷപരിഹാരം കാണുന്നതിനു വേണ്ടി ദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. കുങ്കുമാർച്ചന നടത്തുന്നത് വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സാമ്പത്തികമായ ഉയർച്ചയും നിങ്ങളെ തേടിയെത്തുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. നിഗൂഢ ശാസ്ത്രങ്ങളിൽ നിന്നും അറിവ് സമ്പാദിക്കുവാനും ഗുരുവിനെ കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. മന്ത്രതന്ത്രങ്ങളിൽ അറിവ് നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഭാര്യ ഭർത്തൃ സന്താന സൗഖ്യം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മകരരാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്കും നിങ്ങളുടെ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദിവസവും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും. ഇത് മാത്രമല്ല, ദോഷഫലങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് പോവുകയും പരിഹാരം കാണുവാനും ഈശ്വര അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വിദേശവാസം നിങ്ങളുടെ അനുഭവത്തിൽ വരും. എന്നാൽ സ്ത്രീ ജനങ്ങൾ മൂലം മാനഹാനി, കുടുംബ കലഹം, മനസ്വസ്ഥത കുറയുക എന്നിവയുണ്ടാകും. സ്ഥാനനഷ്ടം, അലസത, അനുഭവക്കുറവ്
ഓർമ്മക്കുറവ്, നേത്രരോഗങ്ങൾ എന്നിവ അലട്ടുവാനും ഇടയുള്ള മാസമാണ്. കുംഭരാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി തുലാം മാസത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദിനവും ദർശനം നടത്തുന്നത് ഗുണകരമാകും. ഇത് നിങ്ങളിൽ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നതാണ്. കൂടാതെ സന്തോഷകരമായ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുട്ടാതി അവസാനം കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം വന്നു ചേരും. അധ്യാപകർ, മറ്റ് സംസാരപ്രധാനമായ ജോലികൾ ചെയ്യുന്ന ആളുകൾ എന്നിവർക്ക് സ്ഥാനക്കയറ്റവും ധനനേട്ടവും പ്രതീക്ഷിക്കാം. മീനരാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ജന്മനക്ഷത്ര ദോഷപരിഹാരത്തിനു വേണ്ടിയും ഗുണവർദ്ധനവിനു വേണ്ടിയും മഹാവിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്. ഇത് മാത്രമല്ല, എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ജന്മനാളിലും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാകും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ ദോഷങ്ങളെയും അകറ്റി ഗുണഫലങ്ങൾ ഇരട്ടിയായി സമ്മാനിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.